പാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു. സാധുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല. സ്വതക്ക ചെയ്യേണ്ടുന്ന ആവശ്യം വരുമ്പോ സ്വതക്ക ചെയ്യാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ലല്ലോ നബിയേ. അതുകൊണ്ട് ഇവിടെ പ്രതിഫലങ്ങൾ മുഴുവനും മുതലാളിമാര് കൊണ്ടുപോയി നബിയേ, പണക്കാര് കൊണ്ടുപോയി, സമ്പന്ന വിഭാഗം കൊണ്ടുപോയി. അപ്പോഴാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പാവങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ ചൊല്ലി തരട്ടെയോ? ആ ദിക്ർ നിങ്ങൾ ചൊല്ലിയാലോ ഇവിടെ അതാ മുതലാളിമാര് സ്വതക്ക ചെയ്യുന്നതിന്റെ പ്രതിഫലം പാവങ്ങളില്ലേ, സാധുക്കളില്ലേ, അവർക്ക് സ്വതക്ക ചെയ്യാൻ മനസ്സിൽ കഴിഞ്ഞിട്ടല്ല, അതേ കഴിവില്ലാത്തത് കൊണ്ടാണ്, സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ടാണ്. അവരെ മനസ്സിലും ആഗ്രഹമുണ്ട്, നേമത്ത് ഒരൽപ്പമുണ്ടായിരുന്നെങ്കിൽ ഞാനും അതാ സ്വതക്ക ചെയ്യുമായിരുന്നേനെ. പക്ഷേ സ്വതക്ക ചെയ്യാൻ കഴിയുന്നില്ല, കയ്യിലൊന്നുമില്ലല്ലോ. ഈ സാധുക്കളോട്, പാവങ്ങളോട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇതാ ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ ചൊല്ലിത്തരാം. ആ ദിക്ർ നിങ്ങൾ ചൊല്ലിയാലോ ഇവിടെ സമ്പന്നര്, പണക്കാര്, മുതലാളി വർഗം അവര് സ്വതക്ക ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു തരും കേട്ടോ. ഏതാണ് ആ ദിക്ർ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിൽപ്പെട്ട പാവങ്ങൾക്ക് ആ ദിക്ർ ചൊല്ലി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈമാനുള്ള സത്യവിശ്വാസികളെ, മറക്കപ്പുറത്തിരുന്ന് എന്റെ വാദ കേൾക്കുന്ന ഉമ്മമാരെ, വാല കേൾക്കുന്ന സഹോദരിമാരെ, ഈ ദിക്ർ കഴിവിന്റെ പരമാവധി നിങ്ങൾ വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് ധാരാളം സമ്പന്നർ സ്വതക്ക ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം പാവങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലുമ്പോൾ അല്ലാഹു തആല നൽകുകയാണ്.